യോറൂബ മിത്തുകൾ പ്രധാനമായും നൈജീരിയ, ബെനിൻ, ടോഗോ രാജ്യങ്ങളിലായി വ്യാപിച്ച ഒരു പുരാതന ആഫ്രിക്കൻ മത പാരമ്പര്യമാണ്. ഈ മത പാരമ്പര്യമനുസരിച്ച് ഭൂമി, മനുഷ്യർ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം. ഹലോ, വെൽക്കം ടു മിത്ത് എക്സ് മലയാളം. കഥയുടെ തുടക്കത്തിൽ ലോകമാണ് കാണിക്കുന്നത്. ആദിയിൽ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായിരുന്നു. പ്രകാശവുമില്ല, ശബ്ദവുമില്ല, ജീവനുമില്ല. മുകളിലൊരു ദിവ്യലോകം, ഒറുന്ന്. താഴെ അനന്തമായ വെള്ളം, ഒകുൻ. ശൂന്യതയിൽ തിരമാലകളുടെ മൃദുവായ ശബ്ദം മാത്രമുണ്ട്. ആ ശാന്തതയ്ക്കിടയിൽ ഒരു പ്രകാശം തെളിഞ്ഞു. സ്വർണപ്രകാശത്തിന്റെ മധ്യേ പരമദൈവം ഒല്ലൊതുമാരെ. കുത്ത്. ലോകത്തെ സൃഷ്ടിക്കേണ്ട നിമിഷം എത്തിയെന്ന് അവൻ അറിഞ്ഞു. ഒല്ലൊതുമാരെ ദേവതമാരെ വിളിച്ചു. കാറ്റിന്റെ അമ്മയായ ഒയ, അലയുന്ന വെള്ളത്തിന്റെ ദേവിയായ ഒഷുൻ, ഇടിമിന്നലിന്റെ ശക്തനായ ഷാങ്കോ, കരുത്തിന്റെ ദൈവം ഒഗുൻ, ഒടുവിൽ ജ്ഞാനവും സമാധാനവും നൽകുന്ന ഒബല. ഒല്ലൊതുമാരെ ഒരു സ്വർണപാത്രം ഒബലക്ക് മുന്നിൽ വെച്ചു. അതിൽ മണൽ, ഒരു ചെറുനിറം കലർന്ന വെള്ളക്കൊക്ക്, ഒരു വലിയ ചിപ്പി, ഒരനന്തമായ ചങ്ങല. ഒബല, ഈ ലോകത്തിന്റെ രൂപം നിന്റെ കൈകളിലാണ്. അവൻ മൃദുവായി പറഞ്ഞു. ഒബല ചങ്ങല പിടിച്ച് സമുദ്രത്തിലേക്ക് ഇറങ്ങി. ചുറ്റും സ്വർണപ്രകാശം അവനെ പൊതിയുന്നു. താഴെ തിരമാലകളുടെ ശ്വാസം അവനെ സ്വാഗതം ചെയ്യുന്നു. അവൻ മണൽ സമുദ്രത്തിലേക്ക് വീശിച്ചിതറിച്ചു. തുടർന്ന് കൊക്ക് ഇറങ്ങി. ചിറകുകൾ കൊണ്ട് മണൽ പടർത്തുമ്പോൾ ഭൂമി ശാന്തമായി രൂപം കൊള്ളുന്നു. മലയുകൾ ഉയർന്നു. താഴ്വരകളും നിലങ്ങളും പടർന്നു. നദികൾ വഴിയൊരുക്കി ഒഴുകി. പുതിയ ഭൂമി ജനിച്ചു. ഇലൈഫെ. ഒബലയുടെ മനസ്സിൽ ഒരു ദിവ്യവിസ്മയം ജ്വലിച്ചു. ഈ ഭൂമിക്ക് ജീവൻ വേണം. അവൻ വെള്ളമണ്ണിൽ മനുഷ്യരുടെ രൂപം പണിതു. ഒല്ലൊതുമാരെ അവരെ സ്പർശിച്ചപ്പോൾ ഒരു മൃദുവായ ശ്വാസം അവരിൽ കടന്നു. മനുഷ്യർ കണ്ണുതുറന്നു. ഒഗുൻ വനങ്ങൾ ഉണ്ടാക്കി. ഒഷുൻ നദികൾ ഒഴുക്കി. ഒയ കാറ്റിനെ പാടിച്ചു. ഷാങ്കോ മിന്നലിന്റെ ശക്തി നൽകി. ഭൂമി ജീവിച്ചു. പക്ഷികളുടെ ആദ്യ ഗാനം, മൃഗങ്ങളുടെ ആദ്യ ചുവടുകൾ, മനുഷ്യരുടെ ആദ്യ ചിരി. ഒല്ലൊതുമാരെ മനുഷ്യരോട് പറഞ്ഞു, ഭൂമി നിങ്ങളുടെ വീടാണ്. പക്ഷേ അതിനെ സ്നേഹത്തോടെ സംരക്ഷിക്കണം. ഇങ്ങനെ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഈ ഭൂമി പിറന്നു. മനുഷ്യർ മണ്ണിന്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു. യോറൂബ മിത്തുകൾ പ്രധാനമായും നൈജീരിയ,